ഹലോ, നമ്മുടെ ലാസ്റ്റ് ലോങ് വീഡിയോ അവസാനിച്ചത് ചേട്ടനെ ഗൾഫിലേക്ക് യാത്ര അയക്കുന്നത് വെച്ചിട്ടാണല്ലോ. ഈ കാണുന്ന സാധനങ്ങൾ അതിൻ്റെ ബാക്കി പത്രമാണ്. മാങ്ങ, തേങ്ങ, വെള്ളരിക്ക, ഓമയ്ക്കായ, കമ്പിളി നാരങ്ങ, അങ്ങനെ തുടങ്ങിയ ഒത്തിരി സാധനങ്ങൾ. വാങ്ങിച്ചതും വാങ്ങിക്കാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ലാസ്റ്റ് ടൈമിൽ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ കൂടുതലായിട്ട് ഇവിടെ വെച്ചിട്ട് പോയി. ഇതിപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്തത് കാര്യമായി. എയർപോർട്ടിൽ നിന്നാണെങ്കിൽ അത് ഡസ്റ്റ്ബിന്നിൽ ഉറപ്പായിട്ടും പോയേനെ. ഓക്കെ, അതെല്ലാം പോട്ടെ. ഇന്ന് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ടോ. ഞാനൊക്കെ കുക്കിംഗ് പഠിക്കുന്ന കാലം, അന്ന് ഈ പറയുന്ന യൂട്യൂബോ ഫേസ്ബുക്കോ ഒരു സാധനവും ഇല്ല. പിന്നെയും ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആളാണ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ആദ്യം പറയുന്ന കേട്ടാൽ ഞാൻ ഏതോ പ്രാകൃത കാലത്ത് ജനിച്ചതെന്നൊക്കെ തോന്നിയാലോ. വെറുതെ ഈ 90s കിഡ്സിൻ്റെ ഒരു കുഴപ്പമാണ് കേട്ടോ. ഏജ് കൂടുന്നെന്ന് പറയുമ്പോൾ ചെറിയൊരു എവിടെയോ ഒരു പ്രശ്നം. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പം അന്നത്തെ കാലത്ത് ഞാൻ പാചകം പഠിച്ചത് മെയിനായിട്ട് വനിതാ മാഗസീനിൽ ഒരു പേജ് കാണും. അതിൽ ക്രിസ്മസ് ഒക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഓണം വരുമ്പോഴൊക്കെ 10-12 കറികളുടെയൊക്കെ റെസിപ്പി കാണും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. +2 പഠിക്കുമ്പം അതിൽ മാത്രം റെസിപ്പി വെച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മൂമ്മമാരെയൊക്കെ വിളിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഇവരെല്ലാം കൂടെ എന്നെ ഒന്ന് പൊക്കുന്ന പരിപാടി ഉണ്ടല്ലോ, എന്നാലും ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി. ബിരിയാണി ഉണ്ടാക്കാൻ പോയ ഞാൻ ഈ സദ്യയുടെ കാര്യം പറയുന്നത് എന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, നമുക്ക് ബിരിയാണിയിലേക്ക് വരാം. അങ്ങനെ കുക്കിംഗ് എനിക്ക് താല്പര്യം ഉണ്ടെന്ന് കണ്ടിട്ട് എൻ്റെ പപ്പ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ KSRTC ബസ്സിൽ എവിടെയോ പോവുകയാണ്. ആ സമയത്ത് ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് നിർത്തുമ്പോൾ ഈ പുസ്തക കച്ചവടക്കാർ കയറും. അതിനകത്തുനിന്ന് ഒരു പാചക പുസ്തകം എനിക്ക് വാങ്ങിച്ചത്, ചെറിയൊരു ബുക്ക്, കൂടിപ്പോയ 50 രൂപ, അത്രയേ ഉള്ളൂ അതിൻ്റെ വില. അപ്പോൾ അത്രയും പേജസേ ഉള്ളൂ. ആ ബുക്ക് നോക്കിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ബിരിയാണി വമ്പ ഹിറ്റായതുകൊണ്ട് പിന്നെ ഞാൻ ആ റെസിപ്പി തന്നെ ഫോളോ ചെയ്യാറുണ്ട്. ഇന്നത്തെ ബിരിയാണിയും അത് തന്നെ. ഞാൻ ഇത്രയും ആജം അടിച്ചുകൊണ്ട് ആ റെസിപ്പിയുടെ ഫ്ലോ അങ്ങ് പോയല്ലേ. ഈ ബിരിയാണിയിൽ ചിക്കൻ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി കൂടുതലായിട്ട് എടുക്കണം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, പിന്നെ തൈരും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കുക. ഈ സമയത്ത് നമുക്ക് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അടുത്ത പ്രോസസ്സ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണ്. അതിപ്പം പറയാനൊന്നുമില്ല, കുറച്ച് എണ്ണ ചൂടാക്കി അതിനകത്തിട്ട് ഫ്രൈ ചെയ്യുക. ആ സമയത്ത് തന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ഈ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ രീതി പറയുന്നത് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കിയിട്ട് ഈ സവാള കനം കുറഞ്ഞരിഞ്ഞിട്ട് അതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കാം. ഇതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചാണ് എടുക്കുന്നത് മിക്സിയിൽ. നമ്മൾ ഈ സവാള അരിയാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ 2 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇട്ട് എന്നിട്ട് നമ്മൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് അരിയും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിനകത്തൊരു 2-3 അല്ലി സവാളയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേറൊരു അടുപ്പിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിൽ വെള്ളം എന്നുള്ള രീതിയിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിട്ട് കുക്കറിൻ്റെ വിസിൽ മാറ്റി ഒന്ന് വേവാൻ വയ്ക്കും. ഇനി ബിരിയാണിയുടെ മസാലയ്ക്കുള്ള പണി തുടങ്ങാം. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചൊരു എണ്ണയുണ്ടല്ലോ, അതിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മിശ്രിതം ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് വലിയൊരു തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണേ ഇതിനകത്തോട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാലയൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് തൈരും കൂടെ ചേർക്കുക. ചെറിയൊരു പുളി വേണം, അതാണ് അതിൻ്റെ രസം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇതെല്ലാം വഴണ്ട് വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കാൻ മറക്കണ്ട കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പം നമ്മുടെ അപ്പുറത്ത് റൈസ് വെന്ത് പാകമാകാറായി കാണും. ആ വെള്ളം വറ്റുന്ന സമയമാകുമ്പം ആ വിസിലെടുത്ത് അതിൻ്റെ മുകളിലോട്ടിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആ കുക്കർ അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ നമ്മുടെ ചിക്കൻ മസാലയിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. അപ്പം നമ്മുടെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. ദമ്മിടാം. കുറേശ്ശെ ചോറ് വീതം ഇതിൻ്റെ പുറത്തോട്ട് തന്നെ ഇടുക. ഈ പാത്രം ഇത്തിരി വലുതായതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്യും കേട്ടോ. ഇനി ഇതൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾ കലക്കിയ വെള്ളം ഇതിനകത്തുനിന്ന് സ്പ്രെഡ് ചെയ്യുക, ഒരു മഞ്ഞ നിറത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ സവാള, പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും വറക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, എന്നാലും അതും കൂടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിനകത്ത് ചേർക്കുക. ഇനി അടുത്ത ലെയർ ഓഫ് റൈസ് നമുക്ക് ഇതിനകത്തിടാം. അതും കൂടി ഇട്ട് വീണ്ടും മല്ലിയില തൂവി വീണ്ടും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു സവാളയും കിസ്മിസും ഒക്കെ ഒന്ന് വിതറിയിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ആവി കയറ്റാം. ചെറുതായിട്ട് ആവി വന്നാൽ മതി. അപ്പം തന്നെ മുറിയാകെ നമ്മുടെ
ആ ഒരു ബിരിയാണിയുടെ സ്മെല്ല് പരക്കുക. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ എല്ലാവർക്കും ബിരിയാണിയാണ്. മിയോട് ഞാൻ 2-3 വട്ടം ചോദിച്ചായിരുന്നു എന്താ വേണ്ടതെന്ന്. അപ്പം പറഞ്ഞു ബിരിയാണി മതിയെന്ന്. പാറും പിന്നെ ബിരിയാണി ഫാനാണ്. ഞാനും ഒരു ബിരിയാണി കൊതിച്ചിയാണ്. അപ്പോൾ ഈ ബിരിയാണി കഴിക്കുമ്പം ഇവരൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ടേസ്റ്റോടെ കഴിക്കുന്ന കാണുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ പ്രത്യേകത നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത്തിരി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൂ. അല്ലാതെ ഇതുണ്ടാക്കുന്ന സമയത്ത് ഈ വക പൊടി ഐറ്റം ഒന്നും ചേർത്തിട്ടില്ല. ആകെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും. പക്ഷേ ബിരിയാണിയുടെ രുചി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് നല്ലൊരു ഉറക്കം ഉറങ്ങി ഞങ്ങൾ വൈകിട്ട് കുറച്ച് സാധനം വാങ്ങാൻ കടയിൽ പോവാണ്. എപ്പോഴും ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ എനിക്കെന്തോ ഒരു മൂഡ് ഓഫാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. നാളെ കുട്ടികൾക്ക് സ്കൂളുണ്ടല്ലോ, അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണം. ഇപ്പം ഞാൻ നിൽക്കുന്ന പൊന്നുരുന്നി റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് കേട്ടോ. ഇവിടെ ഒരു ചായക്കടയുണ്ട്. അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആയിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇനി വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പിള്ളേർ പറയുന്നുണ്ടായിരുന്നു ഇന്ന് സ്മേരാൻ്റിയുടെ വീട്ടിൽ പോകണമെന്ന്. അങ്ങനെ സ്മേരയുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ സനുജിന് കിട്ടിയ അവാർഡൊക്കെ കാണിച്ച് അതെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചത്. ഇപ്പം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ബൈ.